ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡയുടെ ഷോറൂമിനാണല്ലോ, നമ്മൾ കോഴിക്കോട് കൊടുവള്ളിയുള്ള വീഡയുടെ ഷോറൂമിലാണ്. പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു ഹീറോയുടെ ഈ ഒരു വീഡ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു വീഡ ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ ടെസ്റ്റ് റൈഡ് വണ്ടി ഇവിടെ പുറത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അകത്ത് പോയിട്ട് ഈ ഫസ്റ്റ് ഈ ഒരു വീഡ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റേറ്റ്, ഓൺ റോഡ് റേറ്റ് കാര്യങ്ങളും ഇപ്പോഴുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പം അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷോറൂമിൽ വന്നത്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും പ്ലസ് വേരിയൻ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡ സ്കൂട്ടറിൻ്റെ കേസിൽ രണ്ട് വേരിയൻറ്റിലാണ് ഇപ്പോൾ ഈ ഒരു സ്കൂട്ടർ വരുന്നത്. വീഡ V1 പ്രോയും വീഡ V1 പ്ലസും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഡിസ്പ്ലേയിലുള്ളത് രണ്ടും വീഡ V1 പ്ലസ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലസ് ആണ് റേറ്റ് കുറവുള്ള മോഡൽ. ഇതിന് തൊട്ട് മുകളിലാണ് വീഡ V1 പ്രോ. രണ്ടും തമ്മിൽ ഏകദേശം ഒരു 20,000-30,000 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓൺ റോഡ് റേറ്റ് ഒന്ന് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വീഡ V1 പ്ലസിൻ്റെ റേറ്റ് നോക്കാം. ഈ ഒരു വീഡ V1 പ്ലസിന് ഓൺ റോഡ് റേറ്റ് വരുന്നത് 1,87,778 രൂപയാണ്. പക്ഷേ അതിനിപ്പം ഒരുപാട് സബ്സിഡി, ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സബ്സിഡി വരുന്നത് ഏകദേശം 10,000 രൂപയുടെ സബ്സിഡി വരുന്നുണ്ട്. പ്ലസ് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് 38,000 രൂപ. അതുകൂടാതെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഡിസ്കൗണ്ട് ആയിട്ട് ഒരു 20,000 രൂപയും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്കിപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ ഒരു വീഡ V1 പ്ലസിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,19,778 രൂപയാണ്. ഏകദേശം ഒരു ആക്സസ് 125ൻ്റെ ടോപ്പ് വേരിയൻറ്റിൻ്റെ റേറ്റാണ്. കാരണം നമ്മൾ ഈ ഒരു അടുത്തൊരു ആക്സസ് 125ൻ്റെ ടോപ്പ് വേരിയൻറ്റ് എടുത്തിരുന്നു. അപ്പം നമുക്ക് വന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,17,100 രൂപയാണ്. ഏകദേശം 2,000 രൂപയുടെ വ്യത്യാസമാണ് നമ്മുടെ ഈ ഒരു വീഡ V1 പ്ലസും നമ്മുടെ ഒരു ആക്സസിൻ്റെയൊക്കെ ടോപ്പ് വേരിയൻ്റായിട്ട് റേറ്റിൽ ചേഞ്ചസ് വരുന്നത്. ആപ്പിൾ കോഡുള്ള ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് കിലോമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സാറ് വേറെ ആൾക്ക് വണ്ടി കൊടുക്കുകയാണെങ്കിൽ സാറിന് എത്ര കിലോമീറ്റർ അവർ പോകാമെന്ന് സെറ്റ് ചെയ്ത് മൊബൈലിൽ കൊടുക്കാം. പിന്നെ ഡയറക്റ്റ് തന്നെ വണ്ടീൻ്റെ മോട്ടർ ഇതൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യും. സാറിന് മൊബൈലിൽ രജിസ്റ്റേർഡ് ആയ നമ്പറിൽ മാത്രമേ ആപ്പ് വർക്ക് ചെയ്യൂ. അപ്പോൾ സാറിന് ഇപ്പം ഒരാൾ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ മോട്ടർ ഓഫ് ആകാൻ ഡയറക്റ്റ് മോട്ടർ ഓഫ് ആക്കാം. സ്പീഡ് പോകുന്ന ആളാണെങ്കിലും വണ്ടി സ്ലോ ആവാതെ മോട്ടർ ഓഫ് വെക്കില്ലെങ്കിൽ വണ്ടി സ്ലോ ആവും. അതിനുശേഷം വണ്ടി ഓഫ് ആവും. പിന്നെ സാർ തന്നെ കാരണം വണ്ടി എടുക്കണമെങ്കിൽ. പിന്നെ മെയിനായിട്ട് വന്ന ഫീച്ചേഴ്സ് എന്താണ്, പിന്നെ എക്സ്ട്രാ ഒരു ബാറ്ററി വരുന്നുണ്ട്. ഒരു ഓക്സിലറി ബാറ്ററി വന്നിട്ട് ബൈക്കിലൊക്കെ ഉള്ള മാതിരി. അതാണ് ഡിസ്പ്ലേ വർക്കിങ്. പിന്നെ അത് ഓടാൻ മാത്രം. സീറ്റ് അൺലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അതായത് നടുക്ക് പിടിച്ച് മേലോട്ട് വന്നിരിക്കും. പിന്നെ ഇതാണ് നമ്മളെ കേസ് വരുന്നത് സ്റ്റോറേജ്. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഒരു വാട്ടർ ബാഗ്, ഫുഡ് റെസ്റ്റ്, ലേഡീസ് ഫുഡ് റെസ്റ്റ്, പിന്നെ മാറ്റ്, ഹെൽമെറ്റ് വണ്ടിയോടുണ്ട്. പിന്നെ ഇതും ഒരു സ്പേസാണ്. ഇതെങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യാം? എങ്ങനെ ബാറ്ററി റിമൂവ് ചെയ്യാൻ ഡയറക്റ്റ് മേലോട്ട് വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റും. ഷിപ്പിലാണ് ഇതാക്കുന്നത്. വയറ് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഷോർട്ടേജ് കാര്യങ്ങളൊന്നും വരുന്നത്. പിന്നെ പ്ലസ് എടുക്കുകയാണെങ്കിൽ 3 കൊല്ലം 30,000 കിലോമീറ്ററാണ് ബാറ്ററി വാറണ്ടി. അത് 2 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 8,000 രൂപ വരും. പൈസ ഓഫറൊക്കെ വരുന്നുണ്ട്. അപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ 5,000 രൂപ വരും. പ്ലസ് അല്ല പ്രോ ആണെങ്കിൽ 5 കൊല്ലം 60,000 കിലോമീറ്റർ വണ്ടി എടുക്കുന്നുണ്ട് കസ്റ്റമർ. അത് കഴിഞ്ഞാൽ 8,000 രൂപ വണ്ടി കൊടുത്തിട്ട് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. ബ്രേക്ക് ഇടിക്കാൻ സെറ്റാണ്. ഇവിടെ മോഡിലാണ് മാക്സിമം സ്പോർട്ട് മോഡ്. ഇതിലാണ് മാക്സിമം സ്പീഡ് 80 കിലോമീറ്റർ സ്പീഡ്. ഓക്കെ, ഇതിപ്പോൾ ഫസ്റ്റ് എക്കോ മോഡല്ലേ? എക്കോ മോഡ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡ ടെസ്റ്റ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത് വീഡ V1 പ്രോ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഷോറൂമിൽ ഡിസ്പ്ലേ കണ്ടതും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ഷെയർ ചെയ്തതൊക്കെ വീഡ V1 പ്ലസിൻ്റെ ആണ്. അപ്പോൾ വീഡ V1 പ്ലസ് പ്രോ എന്നിങ്ങനെ 2 വേരിയൻ്റ് ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഈ ഒരു പ്ലസിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓൺ റോഡ് റേറ്റ് എല്ലാ ഡിസ്കൗണ്ട് കാര്യങ്ങൾ കഴിച്ചിട്ട് ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,19,778 ഇനി നമുക്ക് ഈ ഒരു പ്രോ വേർഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോ വേർഷൻ ഓൺ റോഡ് വരുന്ന പ്രൈസും എത്ര ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോ വേർഷനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ശരിക്കും ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,89,568. അപ്പോൾ അതിൽ സബ്സിഡി ഒരു 10,000 രൂപ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡ V1 പ്ലസിൻ്റെ കേസിലും ഒരു സബ്സിഡി 10,000 തന്നെ ആയിരുന്നുണ്ടായിരുന്നത്. അതുകൂടാതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് 9,100 ഈ ഒരു പ്രോ വേർഷന് വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലസ് വേർഷനിൽ ഏകദേശം 38,000 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിരുന്നു.
അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് 1,19,000. ഈ ഒരു ഏകദേശം ഒരു 25,000 രൂപയുടെ ഡിഫറൻസ് ഇപ്പം ഈ ഒരു രണ്ട് വേർഷൻ ഓൺ റോഡ് പ്രൈസിലുണ്ട്. അപ്പം പിന്നെ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫർ, അത് നമ്മൾ നേരത്തെ പ്ലസ് വേരിയൻറ്റിൽ കണ്ടു. ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫർ, ഒരു ഫ്ലിപ്കാർട്ട് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 20,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോ വെർഷൻ്റെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓൺ റോഡ് പ്രൈസ് എല്ലാ ഡിസ്കൗണ്ടും കഴിച്ചിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,45,468. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് ദൂരം ഓടിച്ചു വന്നു. ഇനി നമുക്ക് തിരിച്ചു പോവാം. ഗൈസ്, അപ്പോൾ കളർ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 5 കളർ വേരിയൻറ്റിൽ ഈ ഒരു വീഡ V1 അവൈലബിൾ ആണ്. വൈറ്റ്, പിന്നെ ബ്ലാക്ക് കളർ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ, ഓറഞ്ച്. ഈ ഒരു 5 കളറിൽ നമുക്ക് ഈ ഒരു വീഡ V1 അവൈലബിൾ ആണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടോപ്പ് സ്പീഡ് ഏകദേശം 80 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ് പറയുന്നത്. ഈ റൈഡിങ് റേഞ്ച് ഏകദേശം 110 കിലോമീറ്ററാണ് സിംഗിൾ ചാർജ് റൈഡിങ് റേഞ്ച് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 80-90 നമുക്ക് റൈഡിങ് റേഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഏതറും ടെസ്റ്റ് റൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ഏതറിൻ്റെ ഷോറൂമിൽ പോയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഏതറിൻ്റെ ഒരു വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി രണ്ടുകൂടെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്ററായി തോന്നുന്നത് ഈ ഒരു വീഡിയോയുടെ സ്കൂട്ടറാണ്. അപ്പോൾ അത് ഓപ്ഷൻ വൈസ് ആണെങ്കിലും ഇവൻ റേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ഈ വീഡിയോ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അറിയില്ല, നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് റൈഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ അവരോട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പം ഈ ഒരു രണ്ട് അല്ലെങ്കിൽ ഏതറോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഏതർ എടുക്കണോ വീഡിയോ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് വണ്ടികളും വന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മളെ റേറ്റ് കൊണ്ടും ഓപ്ഷൻ കൊണ്ടും നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായി തോന്നിയിട്ടുള്ളത് ഈ ഒരു വീഡ V1 ആണ്. ഇപ്പോൾ V1 പ്ലസ് ആണെങ്കിൽ ഏകദേശം 1,19,000 രൂപ ഓൺ റോഡ് വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിതാ തിരിച്ച് ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ കിൽ സ്വിച്ചാണ്. വണ്ടി ടോട്ടലായിട്ട് ഓഫ് ആക്കാണ്ട് മോട്ടർ മാത്രം ഓഫ് ചെയ്യുന്നു. ഇത് പറയുന്നത് എമർജൻസിയാണ്. നമ്മളെ ആപ്പിൽ വിടാൻ്റെ ആപ്പ്, മൈവിഡ ആപ്പ്, ആ ആപ്പിൽ 3 നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ നമ്പർ സാർ സേവ് ചെയ്തിടുമ്പം ഇനി എമർജൻസിയിൽ സാറിന് എവിടെയും പെട്ടുപോയി ആക്സിഡൻറ്റ് കിടക്കുകയാണെങ്കിൽ ഇത് പിടിച്ച് പ്രസ് ചെയ്യുമ്പം സ്ക്രീനിൽ ഒരു 10 സെക്കൻഡിൻ്റെ ടൈമർ ഓടും. ആ ടൈമർ കഴിഞ്ഞാൽ ആ മെസ്സേജ് പോകും, എല്ലായിട്ട് മരിപ്പോവും. ആക്സിഡൻറ്റ് ഇന്ന ലൊക്കേഷൻ നടക്കും, ലൈവ് ലൊക്കേഷൻ നടക്കും. ഇത് പാർക്കിങ്, അതായത് ബ്രേക്ക് അടിച്ച് പ്രസ് ചെയ്യിക്കാൽ 3 കിലോമീറ്റർ സ്പീഡിൽ ബാക്കോട്ട് മുന്നോട്ട് വണ്ടി പോകും. 3 കിലോമീറ്റർ സ്പീഡിലേക്ക് പോകും. ഇത് ക്രൂയിസ് കൺട്രോൾ, അതായത് സ്പീഡ് സെറ്റ് ചെയ്ത് ഓടിക്കുന്നത്. 3 കിലോമീറ്റർ സ്പീഡ് പോകുമ്പോൾ അതേ സ്പീഡിൽ തന്നെ ഹാൻഡിൽ ലോക്ക് അത് ചെരിച്ച് പിടിക്കുക, താഴോട്ട് വരയ്ക്കുക, തൊട്ട് വരയ്ക്കണം. ഇപ്പം ഹാൻഡ് ലോക്കായി ഈ ബാക്കിയാവില്ല. ഇനി ഹാൻഡ് ലോക്ക് ഒഴിവാക്കണമെങ്കിൽ ഒന്നുകൂടെ വയ്ക്കുക, ഹാൻഡ് ലോക്ക് വരും. ഇനി വണ്ടി ഓണാക്കണം, ഒന്നുകൂടെ വയ്ക്കുക. പിന്നെ ഇത് പാസ് ലൈറ്റ് കാര്യം, ഇത് ഓടുന്ന ടൈമിൽ ഡിസ്പ്ലേൻ്റെ മുകളിൽ നമുക്ക് കളിക്കണേ ഇവിടുന്ന് കളിച്ചാൽ കൈ എടുത്ത് വെച്ചോണ്ട് കളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഹസാർഡ്, 4 ഇൻഡിക്കേറ്റർ നോർമൽ ഇൻഡിക്കേറ്റർ ഓൺ. റിവേഴ്സ് ആറാണോ നോക്കിക്കോ. വണ്ടി ഓണാക്കാം, വണ്ടി ഓണാക്കാം, ബ്രേക്ക് പിടിച്ചിട്ട് പ്രസ് വെക്കുക, നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. ഒഴിവാക്കണം, വീണ്ടും തന്നെ ഒഴിവാക്കണമെങ്കിൽ ബ്രേക്ക് അടിച്ച് പ്രസ് തന്നെ വെക്കുക. നോർമൽ ഗ്യാസ് വെച്ചുകൊണ്ടോ ഇപ്പോൾ ഓഫാക്കണ ഡയറക്റ്റ് ഇവിടെ നിൽക്കാം. ഡയറക്റ്റ് അവിടെ ഓഫാക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് താഴെ വരച്ച് ഓഫാക്കാം. സ്റ്റാൻഡ് എത്തി ഓഫാകും. ഇപ്പോൾ മോട്ടർ ഓണാണ്. അപ്പോൾ സ്റ്റാൻഡ് എത്തിയാലോ അല്ലെങ്കിൽ ആക്കിയാലോ മോട്ടർ ഓഫാകും. ഇനി അവിടെ വരച്ചാൽ അത് ചെരിച്ചു പിടിച്ച് വരച്ചാൽ ഇവിടെ ഓഫ് ഹാൻഡ് ലോക്ക് അടക്കാൻ വരുന്നത് അല്ല അവിടെ. ഗൈസ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ. നമ്മൾ ഈ ഒരു ഹീറോ വീഡ സ്കൂട്ടറിൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.